നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ താലി ധരിച്ചു. അയ്യ എന്നെ കൊച്ചി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട്, നിങ്ങൾക്കറിയാലോ കല്യാണത്തിൻ്റെ തിരക്കും അതേപോലെ നമ്മുടെ വീട്ടിലെ പണിയുടെ തിരക്കും പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കൊണ്ടിട്ട് ഞാൻ എന്താ കുറേ വൈകിപ്പോയി. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം വേണേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മുടി ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. ഇത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നല്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ അന്ന് തലേദിവസം രാത്രി കിടന്നപ്പോൾ തോന്നി, ഞാൻ എപ്പോഴും ഈ മുടി ഒന്നും ചെയ്യാണ്ടാണ് എന്ത് പരിപാടിക്ക് ഞാൻ പോകുന്നത്. ഞാൻ ചെയ്യാറില്ല, വെറുതെ വാരിക്കൂട്ടി അങ്ങോട്ട് കെട്ടി വയ്ക്കുന്നല്ലാണ്ട് അന്നമ്മളുടെ കുർബാനയ്ക്കുള്ള പാടിന് പോലും ഞാൻ എന്തൊക്കെയോ കാണിച്ച് റെഡിയായി പോയതാണ്. അപ്പം ഞാൻ എന്തായാലും കരുതി, എനിക്കിപ്പോൾ അങ്ങനെ തോന്നി എൻ്റെ മുടി ഒന്ന് ചെയ്യണം. അപ്പം എൻ്റെ മുടി മാത്രമല്ല, അന്നമ്മളുടെ മുടി ഒന്ന് കേൾ ചെയ്തിട്ടു. എൻ്റെ മുടി പിന്നെ ഞങ്ങൾ ഇറങ്ങണ നേരത്ത് എന്താണെങ്കിലും ചെറുതായിട്ടൊരു വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങാറുള്ളൂ. എന്തെങ്കിലും കാണാനില്ല, എന്തെങ്കിലും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മുഖം ഒരു ഇച്ചിരി കനത്തിലാണ് ഇറങ്ങിയത്. പിന്നെ അത് സെറ്റായി കേട്ടോ. ഞാനത് അപ്പം തന്നെ മറക്കും. പിന്നെ നമുക്ക് കല്യാണത്തിന് അടിച്ചു പൊളിക്കണ്ടേ, അപ്പം തന്നെ സെറ്റാവും. സോക്സ് എന്തോ കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അങ്കം. പക്ഷെ ഞാൻ അത് എടുത്തു കൊടുത്തു കേട്ടോ. പുള്ളിക്കാരന് നോക്കണടുത്ത് കാണണം, സാധനം കാണണം. അപ്പം ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ എടുത്ത് വെക്കാനും ഞാൻ വിട്ടുപോയി. എടുത്തോളൂ ഇന്നടത്ത് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ രാവിലെ തലേദിവസം കുറേ വൈകിയാണ് കിടന്നത്. അപ്പോൾ രാവിലെ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ഏട്ടനാണെങ്കിലും രാവിലെ കല്യാണത്തിൻ്റെ വണ്ടി റെഡിയാക്കാനും അതേപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഏറ്റതിൻ്റെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കല്യാണ വണ്ടി ഇറങ്ങി. അപ്പോൾ ഞാൻ വഴിയിൽ നിന്ന് അവനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കല്യാണക്കാർ. അപ്പോൾ അങ്ങനെ വണ്ടി പോവുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നില്ല കേട്ടോ, പള്ളിയിലേക്കാണ് ഞങ്ങൾ ചെന്നത്. പള്ളിയിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കാറ്റീസം കഴിഞ്ഞ് ആ കുർബാന കഴിഞ്ഞ് പോകുന്ന തിരക്ക്. ഇതാണ് മൂത്തവൻ കേട്ടോ, കല്യാണച്ചക്കൻ്റെ മൂത്തവനാണ് നിഫിമോൻ. ഞാൻ ആദ്യമായിട്ട് കണ്ട കുഞ്ഞു വാവ അവനാണ്. കാരണം ഞാൻ ജനിച്ചു കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് വീട്ടിൽ ജനിച്ച ഒരു വാവയാണ്. ഞാൻ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് അവനെയാണ്. അങ്ങനെ അവനിപ്പോൾ ആൻറ്റിമാരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ 1-2 പേരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടേക്ക് എന്തോ കാര്യത്തിനൊക്കെ പോയതാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ കുറേ നാൾ കൂടിയിട്ടൊരു കല്യാണം നടക്കുന്നതാണ്. ഇനിയിപ്പോൾ വാലക്ക് കല്യാണം ഉണ്ടാവും. എല്ലാവരും കല്യാണപ്രായം എത്തി ഇങ്ങനെ നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി സന്തോഷം. പിന്നെ ഈ ചർച്ച് വടുതല സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചാണ്. എന്നെ മാമോദിസ മുക്കിയതാണ് എൻ്റെ അമ്മയുടെ ഇടവക പള്ളിയാണ്. മാമോദിസ മുക്കിയ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല, പഴയ പള്ളിയായിരുന്നു. അപ്പോൾ അതേ മൂത്തവനാണ്. ചേച്ചി അവനെ മാത്രമല്ല എന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ടപ്പോൾ ഞാൻ അവനെയും കൂടി വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് നിഫിൻ, കല്യാണച്ചക്കൻ്റെ പേര് നിഖിൽ. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞാൽ, എന്തായാലും കുഞ്ഞു മോനായിട്ട് നമ്മുടെ കൂടെ കളിച്ച് നടന്ന മക്കളാവൻ. അയ്യടാ, അങ്ങനെയാണല്ലോ ഓരോ കാലം കഴിയുന്തോറും അങ്ങനെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് നല്ലൊരു പാർട്ട്ണറെയാണ് കിട്ടിയിരിക്കുന്നത്. ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കട്ടെ എൻ്റെ ഈശോയെ. പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നല്ല മിടുക്കനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അനിയത്തി പിന്നെ പറയണ്ടല്ലോ, അവളോട് ഒരുങ്ങുന്ന കാര്യം പറയണ്ട, അവൾ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങുന്നവളാണ്. അപ്പോൾ ഇത് കല്യാണ പെണ്ണിൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ അങ്കിളിൻ്റെ വൈഫാണിത്. ആ അങ്കിളിൻ്റെ മോൾക്ക് ലോഗോസ് ക്വിസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ പള്ളിയിൽ നിന്ന് മേടിച്ചിട്ട് അവൾ നോക്കിക്കൊണ്ട് ഇതാണ് കേട്ടോ അങ്കിളിൻ്റെ മോള് അപർണയെന്നാണ് അവളുടെ പേര്. അവളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപർണ കുട്ടി ജസ്റ്റ് കമൻറ്റ് ഇട്ടോളൂ ഒന്ന് താഴ്ത്ത്. അവൾ എൻ്റെ ഒരു മോട്ടിവേറ്ററാണ് അവൾ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺ ആകുമ്പോഴത്തേനും അവളെ വിളിച്ചെന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും, കൊച്ചേ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നമുക്ക് വാക്കുകൾ കൊണ്ട് തീ കോരിത്തരുന്ന ആളാണ് അവൾ. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെക്കനും പെണ്ണും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ച് പള്ളിയുടെ അവിടെ നിന്ന് കയറുന്ന, പള്ളിയുടെ വാതിക്കൽ നിന്ന് പള്ളിയിലേക്ക് കയറുന്ന ഒരു സീനാണ്. സന്തോഷമാണ് നമുക്കിതൊക്കെ കാണുമ്പോഴത്തേനും. നമ്മൾ ഏത് കല്യാണം കാണുമ്പോഴും
നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു ദിവസം നമ്മളുടെ മനസ്സിൽ കൂടി കടന്നു വരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പിന്നെ ഈ ക്യാമറ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ കൊണ്ടിട്ടാണ് അവരിങ്ങനെ അങ്ങനെ നോക്കൂ ഇങ്ങനെ നോക്കൂ. കാരണം അത് നല്ലതാണ്. നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര അരോചകമായിട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നീട് ഒരു വീഡിയോ നമുക്ക് കിട്ടും. കല്യാണ വീഡിയോയും ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിൽ ആൽബമൊക്കെ കിട്ടുമ്പോഴൊക്കെ എത്ര മനോഹരമായിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് അവർ കാരണം നമുക്ക് ലൈഫ് ലോങ് കാണാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അവൻ്റെ പരിഞ്ഞപ്പനാണ് കേട്ടോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. പുള്ളി അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നാണ്. അപ്പോൾ അവിടെ മണി അടിച്ചു, പാട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ചെക്കൻ്റെ ഫാമിലിയും ചെക്കനും പെണ്ണിൻ്റെ ഫാമിലിയായിട്ട് ഇതാ പള്ളിയുടെ അകത്തേക്ക് കയറാണ്. അപ്പോൾ പിന്നെ അച്ഛൻ വന്നു, കുർബാന ചെല്ലാൻ സ്റ്റാർട്ട് ചെയ്തു. ജെയ്സൺ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ. നടക്കുന്ന മെയിനായിട്ട് കുർബാന ചെല്ലുന്നത് നമ്മുടെ ചേരാനല്ലൊരു സെൻറ്റ് ജെയിംസ് പള്ളിയിൽ ഇരുന്നൊരു അച്ഛനാണ്. ആ അച്ഛനിപ്പോൾ വടുതല പള്ളിയിൽ ഇരിക്കണം. അപ്പം ഞാൻ കുർബാന ഒന്നും മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമുക്കും പ്രാർത്ഥിക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ സമ്മതം ചോദിക്കുന്ന പോലെ ഒരു സെക്ഷനുണ്ട്. പിന്നെ മന്ത്രകൂടി കൊടുക്കുന്നത് ഉണ്ട്. നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്തും നമ്മളത് അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ലേ. അധികം ഒന്നും അങ്ങനെ നമുക്കറിയില്ലല്ലോ. ഭയങ്കര ടെൻഷനല്ലേ. ഒന്നും നമുക്കറിയില്ല. വെറുതെ അങ്ങ് പോയി അവർ ചോദിക്കണേനൊക്കെ ഓക്കെ പറഞ്ഞു. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് നടന്നൊരു കല്യാണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അവർക്ക് അവിടെ ചെന്നിട്ട് എന്താ പറയേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടുള്ള വിവാഹ വാഗ്ദാന ഉടമ്പടിയൊക്കെ ചെയ്യുകയും മന്ത്രകൂടി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അവിടെയും പെണ്ണിൻ്റെയും ചെക്കൻ്റെയും അപ്പന്മാരാണ് രണ്ട് കൈയും കൂപ്പി അമ്മമാരെക്കാൾ കൂടുതൽ ഭക്തിയിൽ നിന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടോ. അപ്പോൾ ജെയ്സൺ അച്ഛനാണെങ്കിൽ പള്ളിയിൽ കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഹോളിൽ ഇങ്ങനെ വന്ന സമയത്ത് അച്ഛൻ അത് പറയുകയും ചെയ്തു. അപ്പന്മാരാണ് ഭയങ്കര ഭക്തിയിൽ നിന്ന് മക്കളുടെ കല്യാണ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നതെന്ന്. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പോൾ താലി കെട്ടുന്ന ചടങ്ങിലേക്കാണ്. അപ്പോൾ അതിനൊരു വശമുണ്ടല്ലോ, താലി കെട്ടാനായിട്ട് ഇങ്ങനെ ഒരു കൈ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അച്ഛൻ അതങ്ങനെ പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ട് കെട്ടിക്കുകയാണ് കേട്ടോ. ആ ഒരു കറക്റ്റായിട്ടുള്ള മെത്തേഡിലാണ്. അപ്പോൾ ഓക്കെ ആയി. അച്ഛൻ പറഞ്ഞു കൊടുത്തു. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ കാലം ലഭിച്ചു. അങ്ങനെ അവൻ്റെയും കല്യാണം നടന്നിരിക്കുകയാണ്. ഭയങ്കര പവിത്രമായിട്ടുള്ളൊരു ചടങ്ങാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് താലി കെട്ടുന്നൊന്നുമല്ല, അവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ കാണാതെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ബൈബിളിൽ തന്നെ പറയുന്നത് അങ്ങനെയാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈശോയെ ലൈഫ് ലോങ് അവർ ഒന്നിച്ച് നല്ല സന്തോഷത്തിൽ മുന്നോട്ട് പോട്ടെ. ഞങ്ങൾക്ക് നല്ലൊരു മോളെയും കൂടിയിട്ടാണ് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കിട്ടിയേക്കുന്നത്. ഈശ്വര നന്നായിട്ട് തന്നെ പോട്ടെ. അങ്ങനെ കാഴ്ചവെപ്പും കാര്യങ്ങളൊക്കെയാണ് കെട്ട് കഴിഞ്ഞ ശേഷം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുർബാനയൊക്കെ സ്വീകരിച്ച് ഏറ്റവും ലാസ്റ്റ് അച്ഛൻ അവരെ ബ്ലെസ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫാമിലിയായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന പരിപാടിയിലേക്ക് ഹോളിൽ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെയാണ് അങ്കിളും ആൻറ്റിയും അവനും ഒക്കെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും സന്തോഷത്തിലാണ്. വലിയ യുണൈറ്റഡ് ആണ്. സോ രണ്ട് പേരല്ല, ഇപ്പൊ ആക്ച്വലി ഇവർ ഒന്നാണ്. സോ ഈ ഒറ്റ എന്ന് പറയുന്ന ഇവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈയടി തരാമോ? കം ഓൺ. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് നമുക്കറിയാം, ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ആങ്കർ ചെയ്ത പെൺകുട്ടിയാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നുക്കൊന്നും മുറിയാണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്ത് കേട്ടോ. അന്നക്കുട്ടിയും ജോക്കൂട്ടനൊക്കെ ഡാൻസ് കളിച്ചു, ഇവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. കാരണം എനിക്ക് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. ഞാനത് ഏതെങ്കിലും ഷോർട്സിലോ മറ്റോ ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ കത്തിക്കുന്ന ഒരു ചെറിയൊരു ഇതാണ്. അത് കഴിഞ്ഞ് ആദ്യം അച്ഛൻ വന്നിട്ട് ബ്ലെസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയും. അവർക്ക് ഒരു ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് നന്നായിട്ട്
നന്നായിട്ട് തന്നെ അവരുടെ ഒരു ലൈഫിനെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ നല്ല രീതിയിൽ പോകണം എന്നുള്ള രീതിയിലൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ലൈഫിലേക്ക് കടക്കുമ്പോൾ കുറേ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിന് ശേഷമാണ് നമ്മൾ തിരി കത്തിക്കുക. ആദ്യം ചെക്കനും പെണ്ണും കത്തിക്കും, പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ, പെണ്ണിൻ്റെ വീട്ടുകാർ, പിന്നെ സിബ്ലിങ്സ്, ഗോഡ് പാരൻസ്, ഇവരെല്ലാവരും ചേർന്ന് തിരിയൊക്കെ കത്തിച്ച് അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരുത്തരുടെ പാരൻസും അതുപോലെ തന്നെ സിബ്ലിങ്സും രണ്ടുപേരും രണ്ട് കൂട്ടരും ഒന്നിച്ച് ഉള്ളൊരു സന്തോഷമായിട്ടുള്ളൊരു ഒരു ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് വരുന്ന, കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു മൂമെൻ്റാണത്, ഒരു നിമിഷമാണത്. അപ്പം അത് കഴിഞ്ഞ ശേഷം അച്ഛനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജെയ്സൺ അച്ഛനാണ് നമ്മുടെ ഏറ്റവും വലിയ വനേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇത് മാത്രമല്ല, മാതാപിതാക്കൾ എല്ലാവരും ഒരു കുടുംബമായിട്ട് ബന്ധുക്കളായിട്ട് മാറിയിരിക്കുക. തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്തോഷമാണ്. ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ ഡാൻസ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജോക്കുട്ടൻ ഡാൻസ് കളിക്കുമെന്നവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ പരിഞ്ഞപ്പനാണ്. അവൻ നല്ല തകർത്ത് കളിച്ചു കേട്ടോ. ഞാൻ നല്ല ഷോർട്സിലെങ്ങാനും ഇൻക്ലൂഡ് ചെയ്യാം. അന്നമോളും നന്നായിട്ട് കളിച്ചു, അലീനയുടെ ഫ്രണ്ട്സും അലീനയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഒത്തിരി സന്തോഷം. നമ്മൾ വിളിച്ചവരെല്ലാവരും വന്ന് നമ്മുടെ ഒപ്പം തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചേട്ടൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ചേട്ടന് ഇന്ന് ബിഷപ്പ് ഹൗസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ വന്നു കേട്ടോ, വേഗം വന്നു. അപ്പോൾ ചേട്ടൻ എന്താ അവിടെ വടുതലയിൽ കൊണ്ടുവന്ന്, വടുതലയിൽ എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ ആക്കിയ ശേഷം ചേട്ടൻ കൊച്ചിയിലേക്ക് പോയി. അപ്പച്ചൻ അമ്മച്ചിനെയും കൊണ്ടാക്കി. അപ്പച്ചൻ അമ്മച്ചിനെയും കൊണ്ട് ഞായറാഴ്ച ചെയ്യുന്നുണ്ട്. പൊതുവെ വണ്ടി കിട്ടാൻ ഇച്ചിരി പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അനിയൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ബസ്സിന് പോകണമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടൻ കൊണ്ടാക്കി. ചേട്ടനവിടെ മീറ്റിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ചെക്കനും പെണ്ണും വന്ന് വീട്ടിൽ കയറുന്നൊരു സീനാണ്. ആൻറ്റി കുരിശൊക്കെ വരപ്പിച്ച്, ഞങ്ങളുടെ ഒരു ചടങ്ങ് ഇങ്ങനെയാണ് കേട്ടോ. കുരിശ് വരപ്പിച്ച് കൊന്ത കയ്യിൽ കൊടുക്കും. അതേപോലെ തന്നെ ഒരു മാലയിട്ട് പ്രാർത്ഥിച്ച് ഒരു ക്യാൻഡിൽ കത്തിച്ച് കയ്യിൽ കൊടുത്തിട്ടാണ് പെൺകുട്ടീനെ അകത്തേക്ക് കയറ്റുന്നത്. ഓരോ സ്ഥലത്തും ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്ന രീതിയും ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്കല്ല, നമ്മൾ മെഴുകുതിരിയാണ് കത്തിച്ച് കൊടുക്കണേ. ഇപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഭംഗിയുള്ള മെഴുകുതിരിയൊക്കെ കിട്ടുമല്ലോ. നന്നായിട്ട് നല്ല ഭംഗിയുള്ള രീതിയിലുള്ള തിരികളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ പെൺകുട്ടി നമ്മുടെ വീട്ടിലെ കുട്ടിയായി. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ്. അത് കഴിഞ്ഞ ശേഷം പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങനെ പെണ്ണിനെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കില്ല. ആ ചടങ്ങ് അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ, ഒരു വിഷമമൊക്കെ തോന്നും. അപ്പോൾ പക്ഷെ അത് സാരില്ല, ഇവിടെ പിന്നെ അടിച്ചു പൊളിച്ച് ആര് നോക്കിക്കോളും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നുമില്ല, ജോളി മൈൻഡാണ്, ഹാപ്പിയാണ്, വൈബായിട്ടുള്ളൊരു ആൻറ്റിയാണ്. അപ്പുറത്ത് ബിന്ദു ആൻറ്റി ആണെങ്കിലും അതെ, ഭയങ്കര കുട്ടികളുടെ കൂടെ കൂടാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഫോട്ടോ അയക്കലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.